ജിയോയുടെ പുതിയ സിം MNP എന്നിവ ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അതിനായി നിങ്ങൾ ജിയോ പോസ് പ്ലസ്സിൽ ലേറ്റസ്റ്റ് വേർഷനിൽ ഏജൻറ്റ് ഐഡിയും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന മെനുവിൽ 3 വരെയുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മെനു വരും. ആ മെനുവിൽ ജിയോ ഡിജിറ്റൽ KYC എന്ന് പറയുന്ന മെനു ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിനകത്ത് കഴിയുമ്പോൾ നമുക്ക് സിം ആക്ടിവേഷൻ ആണെങ്കിൽ മൊബൈലിറ്റി എന്നുള്ള ഓപ്ഷനും, ജിയോ ഫോൺ ആണ് ചെയ്യുന്നതെങ്കിൽ ജിയോ ഫോൺ എന്നുള്ള ഓപ്ഷനും തിരഞ്ഞെടുക്കുക. മൊബൈലിറ്റിയാണ് ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പം ഡിജിറ്റൽ KYC ആധാറെന്നും ഡിജിറ്റൽ KYC നോൺ ആധാറും വരും. നോൺ ആധാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് അങ്ങനെയുള്ള ID പ്രൂഫുകൾ കൊടുക്കാൻ പറ്റും. ഡിജിറ്റൽ KYC ആധാർ എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ താഴെ QR കോഡ് വഴി ആധാറിലെ QR കോഡ് സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ച് പോകാൻ പറ്റുള്ളൂ. ആധാറിന് നോൺ ആധാർ ഇട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ആധാറിൻ്റെ ഫ്രണ്ട് പേജ് ഫോട്ടോ എടുക്കുക. അത് വ്യക്തമായി ക്ലിയറായിട്ട് കാണാവുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാൻ. ബാക്ക് സൈഡ് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുക ആധാറിൻ്റെ. അത് നമുക്ക് അതിൻ്റെ താഴ്വശം മാത്രം മതി, അതും ഫോട്ടോ എടുക്കുക. അപ്പോഴും ഇത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആകാനൊന്നും പാടില്ല. പ്രിവ്യൂവിൽ കണ്ട് വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ കസ്റ്റമറുടെ ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കും ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഉപയോഗിക്കാം. കസ്റ്റമറുടെ ഫോട്ടോയ്ക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമാണ്. വൈറ്റ് ഭിത്തിയുടെ ഫ്രണ്ടിലിരുത്തി ഫോട്ടോ എടുക്കുക. ഇത് കസ്റ്റമറുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഏത് ഏജൻറ്റാണോ ഫോട്ടോ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഈ പോസ് ഏജൻറ്റിൽ ആളുടെ ഫോട്ടോ എടുക്കുക. ഏജൻറ്റിൻ്റെ ഫോട്ടോയ്ക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമല്ല. ഏജൻറ്റ് രജിസ്ട്രേഷൻ ഒറ്റ ടൈം ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ ഏജൻറ്റിൻ്റെ ആധാറും ഫോട്ടോയും രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഏജൻറ്റിൻ്റെ OTP വരാനുള്ള മൊബൈൽ നമ്പർ, അത് ജിയോ നമ്പർ ആയിരിക്കണം. അതും സെറ്റിങ്സിൽ ഒരു 1 ടൈമായിട്ട് ചെയ്തിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കസ്റ്റമറുടെ ഡീറ്റെയിൽ എൻ്റർ ചെയ്യാനുള്ളൊരു പേജാണ് വരുന്നത്. ഇതിനകത്ത് കസ്റ്റമറുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ ഒരു ഓൾട്ടർനേറ്റ് നമ്പർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഓൾട്ടർനേറ്റ് നമ്പറിലാണ് ഈ ആക്ടിവേഷൻ്റെ സമയത്ത് OTP വരുന്നത്. അവർക്ക് നമ്പറില്ലെങ്കിൽ അടുത്ത ബന്ധുവിൻ്റെ ആരുടെ നമ്പർ കൊടുക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ആദ്യം വർഷവും മാസവും, അത് കഴിഞ്ഞ് മാസവും, അത് കഴിഞ്ഞ് ഡേറ്റും സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ കസ്റ്റമറുടെ ഓൾട്ടർനേറ്റ് നമ്പർ അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു നമ്പർ കൊടുക്കുക. വർക്കിംഗ് ആയിട്ടുള്ള നമ്പറായിരിക്കണം. അതിന് സെൽഫ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അവർക്കൊരു OTP വരും. OTP വന്നതിന് ശേഷം മാത്രം നമ്മൾ കസ്റ്റമർ OTP റിസീവ്ഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. കസ്റ്റമറിൻ്റെ നമ്പറിൽ OTP വന്നിട്ടില്ലെങ്കിൽ വീണ്ടും ചെന്ന് നമ്പർ മാറ്റി റീസെൻഡ് കൊടുക്കണം. നെക്സ്റ്റ് കൊടുത്ത് അടുത്തതിൻ്റെ അകത്ത് നമ്മൾ പ്ലാൻ സെലക്ട് പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡും ഉണ്ട്. ഇപ്പോഴത്തെ ജിയോ ഫോണിൻ്റെ ഓപ്ഷനൊക്കെ വരണമെങ്കിൽ നിലവിലുള്ള പ്ലാൻ വെച്ച് പോസ്റ്റ് പെയ്ഡ് സെലക്ട് ചെയ്യണം. അല്ലാതെ ജിയോ സിമ്മോ MNP ചെയ്യുന്നെങ്കിൽ പ്രീപെയ്ഡ് എന്നുള്ള സെലക്ട് ചെയ്യുക. പ്രീപെയ്ഡിൻ്റെ അകത്ത് ഇപ്പോഴാണെങ്കിൽ MNP ചെയ്യുവാണെങ്കിൽ MNP 399 2 മാസത്തെ ഓഫറും MRP 399 സിം ആക്ടിവേഷനിൽ 2 മാസത്തെ ഓഫറും ഉണ്ട്. അല്ലാത്ത വേറെ ഏതിലെടുക്കുകയാണെങ്കിൽ പ്രൈം എന്നുള്ള ഓപ്ഷനും കൂടെ എടുക്കണം. അത് കഴിഞ്ഞ് റെഫറൻസ് നമ്പർ 1 2 3 4 5 എന്നുള്ളത് എൻ്റർ ചെയ്യുക. ഇത് കഴിയുമ്പം താഴെ നമുക്ക് സിം സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ഇവിടെ ICCID എന്നുള്ള ഭാഗത്ത് സിം സ്കാൻ ചെയ്യുന്ന അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സിം സ്കാൻ ആവും. ആ ബാർകോഡ് സിമ്മിലെ ബാർകോഡിൻ്റെ അവിടെ കാണിച്ചാൽ മതി. സിം സ്കാനായി നമ്പർ MSISDN എന്നുള്ളതാണ് നമ്മുടെ മൊബൈൽ നമ്പർ. ഇനി നിങ്ങൾക്ക് MNP ചെയ്യണമെങ്കിൽ ഇവിടെ MNP എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് MNPയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു മെനു വരും. അതിൻ്റെ അകത്ത് പോർട്ടിംഗ് കോഡും MNP പോർട്ട് ചെയ്യേണ്ട മൊബൈൽ നമ്പരും എൻ്റർ ചെയ്യണം. പോർട്ടിംഗ് കോഡ് കിട്ടാൻ പോർട്ട് സ്പേസ് മൊബൈൽ നമ്പർ 1900 സെൻഡ് ചെയ്താൽ മതിയാവും. അത് ആ നമ്പർ സിമ്മിൽ നിന്ന് തന്നെ ചെയ്യണം. ഇതിനകത്ത് വേണ്ട ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. താഴെ അതർ കണക്ഷൻസ് ഉണ്ടോ എന്നുള്ള ഓപ്ഷൻ വരും. അതിനകത്ത് എസ് എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുത്തിട്ട് ഇവിടെ ഒരു ആഡ് ബട്ടണുണ്ട്. ആഡ് ബട്ടണെ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിക്കുക. ഇനി നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഫുള്ള് കാണിക്കും. ഇതെല്ലാം ശരിയാണോ എന്ന് ഒരു വട്ടം ഇത് ചെയ്ത് ഡീറ്റെയിൽസ് വെരിഫൈഡ് എന്നുള്ളത് ടിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ കസ്റ്റമർ OTP അതുപോലെ നമ്മുടെ ഏജൻറ്റ് OTP അത് ICCID എന്ന് പറയുന്ന ഐഡിയും എൻ്റർ ചെയ്യണം.
അതിനായിട്ട് കസ്റ്റമറിൻ്റെ ഫോണിൽ വന്നേക്കുന്ന ഇപ്പോൾ ഓൾട്ടർനേറ്റ് നമ്പറായിട്ട് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വന്നേക്കുന്ന ഇത് OTP എൻ്റർ ചെയ്യുക. അതിൻ്റെ താഴെയുള്ള ടിക്ക് ഓപ്ഷനിൽ ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഏജൻറ്റിൻ്റെ അതുപോലെ നമ്മുടെ ഫോണിലായിരിക്കും അത് വരുന്നത്, ജിയോ നമ്പറിലായിരിക്കും വരുന്നത്. അവിടെ വന്നിരിക്കുന്ന കോഡ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടിക്ക് ചെയ്യുക. ഇനി ICICID എന്ന് പറയുന്നത് സിമ്മയിലുള്ള ID ആണ്. വലിയൊരു നീളത്തിലുള്ള നമ്പറാണ്. അതിന് ലാസ്റ്റിലത്തെ 6 അക്കം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ 5 അക്കമേ പതിയത്തുള്ളൂ, ലാസ്റ്റിലത്തെ ഒരക്കം പതിയത്തില്ല. അവിടെ ഓക്കെ വെരിഫൈ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ഫോം വരും, നമ്മുടെ ഫോട്ടോയും കാണും. അവിടെ നിന്ന് ബാക്ക് ബട്ടണ് പ്രസ് ചെയ്യുക. ഒറ്റ പ്രാവശ്യം പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ അപ്ലോഡിങ് ചെയ്യുന്നതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഇതുപോലെ അതിൻ്റെ തുക കാണിക്കും. ഞാനിപ്പം ചെയ്തേക്കുന്ന പ്രൈം പ്ലസ് 299 എന്നുള്ള പ്ലാനാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇപ്പം സക്സസ് എന്നുള്ള മെസ്സേജ് വന്നു. എത്രയേ ഉള്ളൂ സിം ആക്ടിവേഷന് ചെയ്യുന്നതിനായിട്ട്. ഇനിയും ഇവർക്ക് ഓൾട്ടർനേറ്റ് നമ്പറിൽ വരുന്ന OTP അടിച്ച് സിം ആക്ടിവേഷൻ ചെയ്യാം. സിം ആക്ടിവേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾട്ടർനേറ്റ് നമ്പറിൽ ഒരു 3 മെസ്സേജ് വരും. 3ാമത്തെ മെസ്സേജിൻ്റെ അകത്ത് ഇത് സക്സസ് എന്നുള്ള മെസ്സേജും അതിൻ്റെ കൂടെ ഒരു OTPയും കാണും. അതിനപ്പോൾ കസ്റ്റമർ പുതിയ സിമ്മ് ഫോണിലിട്ടിട്ട് 1977 വിളിക്കണം. വിളിക്കുമ്പം അവർ അന്നേരം വന്ന OTP എൻ്റർ ചെയ്യാം, പിൻ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ ലാസ്റ്റ് വന്ന അവരുടെ OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്മ് ആക്ടിവേഷൻ 10 മിനിറ്റ് കൊണ്ട് ആക്ടിവേഷൻ ആയിക്കോളും.